ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം, ആ സ്നേഹം നിങ്ങളടുത്ത് തന്നെ പറയുമോ, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുമോ, മെസ്സേജ് അയക്കുമോ, എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാനിവിടെ രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്രാബ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഗ്രൂപ്പ് നമ്പർ 1 ഇതാണ്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന, നിങ്ങളുടെ പേഴ്സണെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1ന്റെ റീഡിങ്ങിലേക്ക് പോവാം. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്തോട്ട് അവർക്കുള്ള സ്നേഹം നിങ്ങളടുത്ത് പറയുമോ, നിങ്ങളെ വിളിക്കുമോ, മെസ്സേജ് ചെയ്യുമോ, എന്താണ് അവരുടെ സിറ്റുവേഷൻ? ഓക്കെ, എന്താണ് അവരുടെ സിറ്റുവേഷൻ? നൈറ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, മജീഷ്യൻ കാർഡ്, കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, അത് റിവേഴ്സ്ഡ് ആണ്. മൂൺ കാർഡ് റിവേഴ്സ്ഡ് ആണ്. 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്, ആൻഡ് 6 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് 9 ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, എനിക്ക് നിങ്ങളുടെ ഇവിടെ എനർജി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല, നിങ്ങൾ തമ്മിൽ ഓപ്പൺ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളടുത്തോട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളടുത്ത് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു 100-ൽ 24% മാത്രം നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് ബാക്കി അത്രയും കാര്യങ്ങൾ നിങ്ങളടുത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി പേഴ്സണിൻ്റെത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കും അറിയില്ല, നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും അറിയില്ല. ഇനി സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഒരു സീക്രട്ട് അവരുടെ അറിഞ്ഞിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവരത് സമ്മതിക്കാനോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനോ ഈ പേഴ്സൺ തയ്യാറാകുന്നുണ്ടാവില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സോങ്, ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനല്ലാതെ, എന്താ പറയാ, അവരെ വിട്ടൊന്ന് പോരാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ട, ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോരാൻ നിങ്ങൾക്ക് തോന്നില്ല. അത്രയ്ക്കും അട്രാക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഈ പേഴ്സൺ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇല്ല. അതായത് നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇനിയിപ്പോ എന്താ പറയാ, ബ്രേക്കപ്പ് അല്ലെങ്കിലും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിലൊന്ന് നേരെ ചൊവ്വേ സംസാരിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ല നിങ്ങൾക്കിവിടെ. ഓക്കെ, അങ്ങനെ സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ പരസ്പരം അങ്ങനെ ആ പേഴ്സൺ നിങ്ങളുടെ അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല. പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഈ പേഴ്സൺ വിളിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ അതിനുള്ള ചാൻസ് ഇല്ല. അതിന് കാര്യം,
ഈ പേഴ്സൺ ഇപ്പം പല കാര്യങ്ങളിലേക്കും എൻഗേജ്ഡ് ആയി പോവുകയാണ്. അതായത് പല കാര്യങ്ങളും നോക്കേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ ഇവർക്കത് പല റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ചിലവരുടെ എനർജിയിലെങ്കിലും നിങ്ങളുടെ പേഴ്സൺസ് ഡിവൈനുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്ന ഒരു സമയമാണ്. അതായത് അവർ അവരുടെ സോളിനെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട്, നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട് അവർ അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡത്തിൽ നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതായത് ഡിവൈനുമായിട്ട് കണക്ട് ആകുക എന്ന് പറയുമ്പം ഒരു സ്പിരിച്വൽ അവേക്നെസ് അവർക്ക് ഉണ്ടാവുകയാണ്. അതായത് ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നു എന്നല്ല, ദൈവവിശ്വാസമുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ അവർ അവരുടെ സോളിനെ കൂടുതലായിട്ട് അറിയുന്നത്, അവർക്ക് എന്താണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അവർ എന്തിനാണ് ജനിച്ചത്, അവരുടെ ഡ്രീം എന്താണ്, പാഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരിപ്പോൾ വരികയാണ്. സോ അങ്ങനെ വരുന്ന ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, ഒന്നും തുറന്നു പറയാൻ അവർ തയ്യാറാകില്ല. അവർ ഭയങ്കര സൈലന്റ് ആയിട്ട് പോകും. നിങ്ങളുടെ അടുത്തോട്ടൊന്നും പറയാൻ തയ്യാറാവില്ല. ഒരു ഫ്രീഡം ആഗ്രഹിക്കും. അതായത് ഒരു ഒറ്റയ്ക്കിരിക്കാൻ, അവർ ഏത് സമയം ഒറ്റയ്ക്കിരിക്കാൻ അവർ ആഗ്രഹിച്ചിരിക്കും. ഓക്കെ, അവർക്ക് കോമ്പറ്റീഷൻ ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. അതായത് മറ്റുള്ളവരുമായിട്ടൊരു കോമ്പറ്റീഷൻ വെക്കേണ്ട അവസ്ഥ. മേ ബി ഇത് അവർ ചിലപ്പം അവർ ചെയ്യുന്ന ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും ജോബ് കാര്യത്തിലായിരിക്കാം. മറ്റാളുകളുമായിട്ട് അവർക്ക് ഒരു മത്സരം. ഓക്കെ, അതൊക്കെ അവരിപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനുള്ള മനസ്സ് ഈ ഒരു പേഴ്സൺ ഇല്ല. അതിന്റെ റീസൺ അവർ ഡിവൈനുമായിട്ട് സ്പിരിച്വലി കണക്ട് ആകുന്ന ഒരു സമയമായതുകൊണ്ടും കൂടിയാണ്. അവരവരുടെ പാഷനും കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുകയാണ്. അവരവരുടെ സോളിനെ എന്താ പറയാ അറിയുകയാണ്. ഈ ഒരു സമയത്ത് അവർ അറിയുകയാണ്. ഓക്കെ, അവരെങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, അവരുടെ സ്വഭാവം എന്താണ് എന്നുള്ളതൊക്കെ അവരിപ്പോൾ കൂടുതലായിട്ടും അറിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സൈലന്റ് ആയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് നിന്നിട്ട് മാറി നിൽക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ മാറി നിൽക്കുന്നതല്ല. നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഇങ്ങനെ ഒരു അവേക്കനിങ് ഉണ്ടാവുന്നത് കൊണ്ട് അവരൊന്ന് മാറി നിൽക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ജേർണി അവസാനിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് തന്നെ ഈ പേഴ്സൺ തിരിച്ചു വരുന്നതാണ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. ഓക്കെ, മേ ബി ഇവർക്ക് ഭയങ്കര അവരുടെ തലയിൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഒക്കെ, അതായത് അവർക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കടമകൾ ചെയ്തു തീർക്കാനുണ്ടാകും. അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിന്റെ ഇടയിലായിരിക്കാം അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാം. ഓക്കെ, അതൊക്കെ അവർക്ക് ഇപ്പം ഈ ഒരു സ്പിരിച്വൽ അവേക്നെസ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്പിരിച്വലി അവർ കണക്ട് ആവുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും. അതായത് അവരുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് എത്ര ഇമ്പോർട്ടന്റ് കൊടുക്കണം, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെയുള്ളത് അവർക്ക് മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. സോ അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ അവരെ പരീക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര എന്താ പറയാ തലപുകഞ്ഞു നിൽക്കുമായിരിക്കും. അവര് ഫിനാൻഷ്യലി ഒക്കെ ഇപ്പൊ ഭയങ്കര എന്താ പറയാ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടാകാം, ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ. ഇപ്പൊ അവരെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷൻ ഇത്രയും നാൾ അത് അവർ ഫേസ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. അതായത് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ അവരെ സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എവിടെ നിന്നും കിട്ടാനില്ല, ആരും സഹായിക്കാനില്ല അവർക്ക്. അവര് തന്നെ സ്വന്തം എന്താ പറയാ സെൽഫ് ലവ് ചെയ്ത് സ്വന്തം എന്താ പറയാ ഞാൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയി തീർന്നേ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലാണ് അവര്. സോ അവരിപ്പോ വേറൊരു കാര്യത്തിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെയും അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാക്കുക. അവർ സെൽഫ് ലവ് ചെയ്യുന്ന, അവരെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഭയങ്കര അട്രാക്ഷൻ ആണ് ഈ പേഴ്സണ്. ആരെയാണെങ്കിലും ഇവർ അട്രാക്ട് ചെയ്തെടുക്കും, പെട്ടെന്ന് അട്രാക്ട് ചെയ്തെടുക്കും. അതായത് ഇവര് അട്രാക്ട് ചെയ്യണമെന്ന് മനസ്സിൽ പോലും കരുതൂല. അതായത് ഇപ്പം ഒരാളെ കാണുന്ന സമയത്ത് അവരെന്നെ ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ അവരെന്റെ സ്വഭാവം അറിയണമെന്നോ അങ്ങനെയൊന്നും ഇവര് മനസ്സിൽ വിചാരിക്കില്ല നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ ഇവരുടെ ഈ ഒരു സ്വഭാവം ചിലപ്പം എന്താ പറയാ നല്ലൊരു വ്യക്തികളായിരിക്കും, എല്ലാം മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരാളായിരിക്കാം, മറ്റുള്ളവർ ഹീൽ ചെയ്യിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടർ ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ മറ്റാളുകൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കും. ഈ ഒരു അട്രാക്ഷൻ തന്നെയാണ് നിങ്ങളെയും ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ടാകുക. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങളെ ആട്ടി പഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും, അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം
എന്താ പറയാ, നിങ്ങൾക്ക് പറ്റില്ല ഈ പേഴ്സൺ ഇല്ലാതെ. ഓക്കെ, അത്രയ്ക്കും അട്രാക്ട് ചെയ്ത് ആകർഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളടുത്ത്. നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. ഓക്കെ, അതിന് കാരണം ഇവർ ഭയങ്കര ഡിവൈൻലി കണക്റ്റഡ് ആവുന്ന ഒരു സമയമാണ്. ഡിവൈൻലി അവര് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സമയമാണ്. സ്പിരിച്വലി കണക്ട് ആവുന്ന ഒരു സമയമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നത്, പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങളടുത്ത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ശല്യം ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളടുത്ത് പറയുന്നുണ്ടാവില്ല. പൂർണ്ണമായിട്ട് അവരൊരു സൈലന്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇതൊക്കെ തന്നെ ആയിരിക്കാം ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി, ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് എന്താ പറയാ, ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂണിവേഴ്സ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അവർ മേ ബി സെൽഫ് ലവ് ചെയ്തിട്ട് ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ കൊണ്ടുവരണം, തന്റേതായിട്ടുള്ള ഒരു ഇതിലേക്ക് വരണം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകുക. നിങ്ങളെ ഒരിക്കലും ഇവിടെ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നതല്ല. ഓക്കെ, ഇതാണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതാണ്. ഇനിയിപ്പോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ, കോണ്ടാക്ട് ചെയ്യില്ലേ, മെസ്സേജ് അയക്കുമോ, വിളിക്കുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ അഫ്കോഴ്സ് അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിട്ട് വരുന്നതാണ്. അതായത് ഇടയ്ക്കൊന്ന് വന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം അവർ നടത്തും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിനുള്ളിലെങ്കിലും അവർ നിങ്ങളെ വന്നിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് അഴിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഉണ്ടോ, ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരൊന്ന് വന്ന് നോക്കും. ദെൻ അവർ പിന്നെയും പോകും, പിന്നെയും വരും. അതായത് നിങ്ങളെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തും. പക്ഷെ എന്താ സംഭവം എന്നുള്ളത് നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊന്നും അവർ നിൽക്കില്ല. അവർ ഹൈഡ് ചെയ്ത് തന്നെ അത് വെക്കും. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ റീഡിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2ന്റെ റീഡിംഗിലേക്ക് പോവാം. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്രാബ് ഇതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കുമോ, എന്താണ് അവസ്ഥ, അവരുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ, അവർ നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹം പറയാൻ തയ്യാറാകുമോ എന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, കാർഡ്സ് എടുത്ത് നോക്കാം. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ്ഡ് ആണ്, കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, ടു ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ഫോർ ഓഫ് പെൻഡക്കിൾ, ഫോർ ഓഫ് സോർട്സ്, ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, 7 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്, ഹെർമിറ്റ് കാർഡ് റിവേഴ്സ്ഡ് ആണ്, ഏസ് ഓഫ് വൺസ്, ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ സൺ കാർഡ് ആണ്. ഓക്കെ, ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 എനിക്കൊരു ഓവറോൾ എനർജി കിട്ടുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം. അതായത് മൂന്നാമതൊരാൾ കടന്നു വന്നിട്ടുണ്ടാവുന്ന ഇഷ്യൂസുകളായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുക. ഇനിയിപ്പോ നോ കോണ്ടാക്ട് അല്ലെങ്കിലും ബ്രേക്കപ്പ് അല്ലെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫ്രണ്ട് ആയിരിക്കാം, മേ ബി ഇത് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി, അതായത് വേറൊരു ഇഷ്ടത്തിലേക്ക് പോയതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുകയാണെങ്കിൽ അവർ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഇപ്പൊ. സ്റ്റിൽ അവർ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അതായത് നിങ്ങളെ വേണോ അതോ ഈ ഒരു തേർഡ് പാർട്ടി വേണോ എന്നുള്ളത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഓക്കെ, പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടിനേക്കാളും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ പേഴ്സണ് നിങ്ങളടുത്താണ്.
ഓക്കെ, 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഭയങ്കര സ്നേഹം ഉള്ളിലുള്ളത് നിങ്ങളുടെ അടുത്താണ്, പക്ഷെ പുറത്ത് കാണിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം അവർ ഫുൾ ടൈം എൻജോയ് ചെയ്യുന്നതും എന്താ പറയാ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടീനായിരിക്കാം. പക്ഷെ ഉള്ളില് അവരുടെ ഒരു ഉൾമനസ്സിലുള്ള ഒരു സ്നേഹം നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ അടുത്താണ്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെയാണ് അവർ ഒരുപാട് സ്നേഹിക്കുന്നത്. അതിന് കാര്യം നിങ്ങൾ എന്താ പറയാ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം തോന്നുകയാണ് ഈ പേഴ്സണ്. ഓക്കെ, ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എപ്പോ നോക്കിയാലും എന്താ പറയാ അവരുടെ ടൈം എടുത്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന, വെറുതെ ഇങ്ങനെ ഒരു പൈങ്കിലുമായിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല നിന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര ഒരു മദർ കെയറിങ് ഒക്കെ കൊടുത്ത് എന്താ പറയാ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടറിഞ്ഞ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള, അതായത് ഒരു കെയറിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്നേഹമായിരിക്കാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു സ്നേഹം അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ തേർഡ് പാർട്ടിയിൽ നിന്നും അങ്ങനെ ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സണ് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്താണ് ഒറിജിനൽ ഒരു സ്നേഹം വരുന്നത്, നിങ്ങളുടെ അടുത്താണ്. ഇവരുടെ അടുത്ത് തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കില്ല പോകുന്നത്. അവരെ ഫുൾ ടൈം വിളിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഒരു ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫുൾ ഫോഴ്സ് ചെയ്യുന്നതും ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിന്ന് കൊടുക്കുന്നു. ഓക്കെ, മേ ബി എന്തെങ്കിലും കമ്മിറ്റഡ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ആണ്, ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആണ്. നിങ്ങളെ വേണോ ഈ ഒരു തേർഡ് പാർട്ടീനെ വേണോ എന്നുള്ളത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. പക്ഷെ നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുകളയാൻ അവർ തയ്യാറല്ല. കാര്യം അവർക്കറിയാം ഒരു ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം കിട്ടുന്നത് നിങ്ങളടുത്ത് നിന്നാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് നന്നായിട്ട് അറിയാം. തേർഡ് പാർട്ടിയുടെ ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം അല്ല, അതൊരു കാവടി സ്നേഹമാണ്, ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്, വെറുതെ ഒരു ടൈം പാസ് ആണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർക്കത് മനസ്സിലാകുന്നുണ്ട്. സോ നിങ്ങളുടെ സ്നേഹമാണ് ജെന്യുവൻ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് തേർഡ് പാർട്ടിയെ ഒരു തന്ത്രപരമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. അവർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ തന്ത്രപരമായിട്ട്. ഓക്കെ, നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സ് തന്നെ വരും. ഓക്കെ, എല്ലാ തരത്തിലും നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണ് വരികയാണ്. ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ മതിയായിരുന്നു എന്നുള്ള ഒരു എന്താ പറയുക ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു ഈ ഒരു തേർഡ് പാർട്ടി എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലവരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇല്ല ഇനി എനിക്കിത് വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പലരും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം. ഈ ഒരു പേഴ്സണെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിർത്തുന്നുണ്ടാകാം. അതായത് ഇനി എനിക്ക് വേണ്ട, ഇങ്ങനെ എന്റെ അടുത്ത് തെറ്റ് ചെയ്ത ഒരു പേഴ്സൺ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം. അത് ഈ പേഴ്സൺ ഒരു ചെറിയൊരു എന്താ പറയാ ആൻസൈറ്റി ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇനി ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കുമോ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അവരുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്ന് അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സൺ കാർഡ് ഇവിടെ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്, ഓവറോൾ എനർജി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്? നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള തെറ്റ് ശരിക്കും അവർക്ക് അറിയാം. ചെയ്തത് ഒരു വളരെ തെറ്റാണ്. നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം മനസ്സിലാക്കാതെ വേറൊരു പേഴ്സന്റെ കൂടെ പോയി കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരുമ്പോൾ ചിലപ്പം തിരിച്ചു വന്നവരുണ്ടാകാം. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഇല്ല പറ്റില്ല, എനിക്ക് ഇങ്ങനെ റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. അത് ആ പേഴ്സണെ സംബന്ധിച്ചിട്ട് ഒരു ഹേർട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു എനർജി വന്നാലും ഒരു പേടി പോലെ ഇങ്ങനെ അവരെന്താണ് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിന്നെയും പറയുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ 100% പറയാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തുള്ള ഒരു ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ അടുത്താണ് ഉള്ളത്. കാര്യം ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. തേർഡ് പാർട്ടി ഇവരെയാണ് എന്താ പറയാ ആവശ്യത്തിന് വേണ്ടി മാത്രം, അതായത് ഇപ്പം എന്താണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒരു ടൈം പാസ് എന്ന രീതിയിൽ കൊണ്ടുപോയത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി കൊണ്ടുപോയതാണെന്ന് നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് അറിയാം. അല്ലാതുള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ള ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ സ്നേഹമാണ് എന്നുള്ളത് അവർക്ക് അറിയാം. ആ ഒരു സ്നേഹം മിസ് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് അവരിപ്പം ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഫീലിങ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാ ഫീലിങ്സും അവർക്ക് ഇങ്ങനെ വരുന്നത്. അവർക്കൊരു നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പം എന്നെ എത്രത്തോളം സ്നേഹിച്ച വ്യക്തി ആയിരുന്നു,
എന്നുള്ളത് ആലോചിക്കുമ്പോൾ അവർക്ക് മനസ്സിലൊരു സ്നേഹം കൂടുകയാണ് അവർക്ക്. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു സ്നേഹം അവര് ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ള സ്നേഹം അവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യണം എന്നുള്ളത് അവര് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇത് തേർഡ് പാർട്ടിയോട് പറയുന്നുണ്ടാവില്ല. നിന്നെ എനിക്ക് വേണ്ട എന്നുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇഷ്ടക്കേടൊന്നും തേർഡ് പാർട്ടീൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ കാണുന്നോണ്ടായിരിക്കും നിങ്ങളും വിചാരിക്കുന്നുണ്ടാവുക ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്നേഹമൊന്നുമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷെ അല്ല, അവരുടെ ശരിക്കും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്താണ് ഒരുപാട് സ്നേഹമുള്ളത്. നിങ്ങളെ വേണം, നിങ്ങളുടെ കൂടെയുള്ള ഒരു പഴയ റിലേഷൻഷിപ്പ് വേണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ചിലർ തിരിച്ചു വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവരിൽ പലരും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ളവര് തിരിച്ചു വന്നിട്ടുണ്ടാകാം. ഓക്കെ, പക്ഷെ എന്താ പറയാ, നിങ്ങൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവര് പണ്ട് ആദ്യം നിങ്ങളടുത്ത് പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെ നിങ്ങളും എന്താ പറയാ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അത് ആ പേഴ്സണെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു രീതി ആ പേഴ്സൺ ഉണ്ട്. ഓക്കെ, കറന്റ് അവരുടെ സിറ്റുവേഷൻ ഇതാണ്. തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് അത്ര വലിയ സന്തോഷത്തിലല്ല. വെറുതെ പുറത്തൊരു മുഖം കാണിച്ചിട്ട് വേറൊരു മുഖം കാണിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ എൻജോയ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ഇവിടെ. നിങ്ങളടുത്തോട്ട് എങ്ങനെങ്കിലും തിരിച്ചു വരണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. എങ്ങനെങ്കിലുമൊക്കെ ഈ തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എൻഡ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളടുത്തോട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരു ചിന്തയാണ്. ഓക്കെ, ഇത് ഇവര് തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും അക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എങ്ങനെയായാലും നമ്മളൊരു ചാൻസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം നിങ്ങളുടെ സ്നേഹം ആദ്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അഫ്കോഴ്സ് നിങ്ങളുടെ സ്നേഹം ആദ്യത്തെ ആ ഒരു നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹം അവര് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും നല്ലോണം സ്നേഹിക്കുന്ന ഒരാളെയാണ് ഞാൻ മിസ് ചെയ്ത് കളഞ്ഞത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു വരാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു ഒരു പേടി അവർക്കുണ്ട്. ഒരു ആൻസൈറ്റിയിലൂടെ അവർ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് റെസണേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.